Hello, class 10th, Introduction to Trigonometry chapter question number 3 from exercise 8.1. Okay, given data is, question is, if sin A is equal to 3/4, calculate cos A and tan A. ഫിഗർ ഒന്നുമില്ല, പകരം നമുക്ക് ട്രിഗ്നോമെട്രിക് റേഷ്യോ ആയിട്ട് തന്നിട്ടുള്ളത് അല്ലേ, 3/4 എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്കൊരു ഫിഗർ വരക്കാം. ഓക്കെ, ഓക്കെ, വിൽ നെയിം ഇറ്റ് ABC. ഓക്കെ, ഓക്കെ, റൈറ്റ് ആംഗിൾ അറ്റ് ബി ആയിട്ട് നമ്മൾ ഫിഗർ വരച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി സൈൻ എ ഇസ് ഗിവൺ ആസ് 3/4. സൈൻ എ എന്ന് പറയുന്നത് എന്താണ്? സൈൻ ഓഫ് ആൻ ആംഗിൾ ഇസ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. നമ്മൾ ആംഗിൾ എൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? BC ആണ്. ബൈ hypotenuse is AC is equal to 3/4. 3 അതിൻ്റെ ആക്ച്വൽ ലെങ്ത് ഓഫ് ദ സൈഡാണോ? അല്ല, 3/4 റേഷ്യോ ആയിട്ടാണ് കാണിച്ചുള്ളത്. രണ്ട് സൈഡിൻ്റെ റേഷ്യോ എന്താണ്? 3/4. ദാറ്റ് ഡസൻ മീൻ 3 ആണ് അതിൻ്റെ ലെങ്ത്ത് എന്നല്ല. പക്ഷേ ഏതോ ഒരു പോസിറ്റീവ് നമ്പറിനെ കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? ആ ലെങ്ത്ത് കിട്ടും. അപ്പോൾ ആ പോസിറ്റീവ് നമ്പറിനെ നമുക്ക് K ആയിട്ട് എടുക്കാം. ഓക്കെ, K ആയിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് പറയാം? BC ഈക്വൽ ടു 3K എന്നും പറയാം. AC ഈക്വൽ ടു 4K. K എല്ലാം കുറച്ച് കഴിഞ്ഞാൽ പോയിക്കോളൂ, നമ്മുടെ Kൻ്റെ ബോധമുണ്ട്. Kൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ അങ്ങനെ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ തൽക്കാലം നമുക്ക് BCനെ എന്ത് വിളിക്കാം? 3K ആണെന്ന് പറയാം. 3K ആണെന്ന് പറയാം. AC 4K ആണെന്ന് പറയാം. അപ്പം നമുക്ക് ട്രിഗ്നോമെട്രിക് റേഷ്യോസ് കണ്ടുപിടിക്കുമ്പോൾ 3 സൈഡും വേണം അല്ലേ. അപ്പോൾ ABയും ഇവിടെ കണ്ടുപിടിക്കേണ്ടതുണ്ട്. AB കണ്ടുപിടിക്കാൻ നമ്മൾക്ക് എന്താ യൂസ് ചെയ്യാം? വി വിൽ യൂസ് പൈത്തഗോറസ് തിയറം. ഇറ്റ്സ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അപ്പോൾ നമുക്ക് എന്തിനു യൂസ് ചെയ്യാം? പൈത്തഗോറസ് തിയറം യൂസ് ചെയ്യാം. പൈത്തഗോറസ് തിയറമിൽ എന്താണ്? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു, ഇവിടെ ഹൈപ്പോട്ടന്യൂസ് എന്താണ്? നമ്മൾ ഈ ട്രയാങ്കിൾ ABC ഹൈപ്പോട്ടന്യൂസ് AC സ്ക്വയർ ഇസ് ഈക്വൽ ടു മറ്റേ രണ്ട് സൈഡിൻ്റെ സ്ക്വയർ. അപ്പോൾ AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ. പക്ഷേ നമുക്ക് ആരെയും കണ്ടുപിടിക്കേണ്ടത്? ABനെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് AB സ്ക്വയർ ഇസ് ഈക്വൽ ടു AC സ്ക്വയർ. BCനെ ത്തേക്ക് തട്ടിയപ്പോൾ BC സ്ക്വയറായി. AC സ്ക്വയർ എന്താണ്? AC സ്ക്വയർ എന്ന് പറഞ്ഞാൽ AC 4K സ്ക്വയർ ആണെന്ന് പറഞ്ഞു. 4K ദ ഹോൾ സ്ക്വയർ തന്നെ ഇത്. BC 3K ആണ്. അപ്പോൾ 3K ദ ഹോൾ സ്ക്വയറും ആയി. ഇനി എന്ത് വേണം? ഇനി എൻ്റെ വാല്യൂസ് നമുക്ക് എഴുതാം. AB സ്ക്വയർ ഇസ് ഈക്വൽ ടു 4K സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4ൻ്റെ സ്ക്വയറും K സ്ക്വയറും. 4ൻ്റെ സ്ക്വയർ 16K സ്ക്വയർ മൈനസ് 3 × 3 9, 3 സ്ക്വയർ 9 ആയി, K സ്ക്വയർ K ആയി. അങ്ങനെ എഴുതി. ഓക്കെ, അപ്പം ഇനി നമുക്ക് AB സ്ക്വയർ എന്തായി? AB സ്ക്വയർ ഇപ്പം 16K സ്ക്വയർ മൈനസ് 9K സ്ക്വയർ. 16 മൈനസ് 9 ചെയ്യും. 16 മൈനസ് 9 എന്താണ്? 7 ആണ്. 7K സ്ക്വയർ. ഓക്കെ, ഇനി AB ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. AB എന്തായിരിക്കും? റൂട്ട് ഓഫ് 7K സ്ക്വയർ. റൂട്ട് ഓഫ് 7 നമുക്കൊന്നും ചെയ്യാനില്ല, അപ്പം അതുപോലെ എഴുതി വെക്കും. റൂട്ട് ഓഫ് K സ്ക്വയർ ആയതുകൊണ്ട് നമുക്ക് Kനെ പുറത്തിടാം. അപ്പോൾ റൂട്ട് 7K ആണ്. ആര്? ABനെ കിട്ടി. റൂട്ട് 7K. റൂട്ട് 7 ആണ്, അങ്ങനെ തന്നെ നിന്നോട്ടെ.
കുഴപ്പമില്ല. ഓക്കെ, ഇനി നമ്മൾ ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിട്ടുള്ളത്? ഓക്കെ, അപ്പോൾ ആകെ പൈത്തഗോറസ് തിയറം യൂസ് ചെയ്തു, വി ഫൗണ്ട് ദ തേർഡ് സൈഡ്. ഓക്കെ, ഇനി കോസ് എയും ടാൻ എയും കണ്ടുപിടിക്കണം. സെപ്പറേറ്റ്ലി കണ്ടുപിടിക്കാനാണ് തന്നിട്ടുള്ളത്. അപ്പോൾ കോസ് എ നമുക്കെടുക്കാം. കോസ് എ അതാണ് കോസ് തീറ്റ നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. നമ്മളെ ആംഗിൾ എന്താ? കോസ് എൻ്റെ അഡ്ജസൻ്റ് ആരാണ്? എ ബി ബൈ എ സി ഹൈപ്പോട്ടന്യൂസ്. സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂസ്. √7k by 4k. കെ അവിടെ തന്നെ നിന്നിട്ട്, പക്ഷെ ഇപ്പം നമുക്കതിനെ ഒഴിവാക്കാം. k/k is 1. അപ്പോൾ √7/4 കിട്ടി ആൻസർ. അതങ്ങനെ തന്നെ വെക്കാം. അതാണ് ആൻസർ. ഇനി ടാൻ എ ഉണ്ട്. ടാൻ എന്തായിരുന്നു? ടാൻ തീറ്റ ഇസ് ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ്. അത് പഠിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ ഓപ്പോസിറ്റ് എന്താണ്? എൻ്റെ ഓപ്പോസിറ്റ് ഏത് ആംഗിളിനെ ചോദിച്ചാൽ അതിൻ്റെ ഓപ്പോസിറ്റ്. അവിടെ എന്താണുള്ളത്? ബി സി ഉള്ളത്, ഓപ്പോസിറ്റ് ടു എ. ബൈ ഹൈപ്പോട്ടന്യൂസ് ടാൻ അല്ല, അഡ്ജസൻ്റ് ആണ്, ഹൈപ്പോട്ടന്യൂസ് അല്ല. അപ്പം എ ബി, ബി സി ബൈ എ ബി വന്നു. ഓക്കെ, ബി സി, വാട്ട് ഇസ് ബി സി? 3k. എ ബി എന്താണ്? √7k. ഇവിടെ എന്താക്കാം നമുക്ക്? kനെ കളയാം. അപ്പോൾ 3/√7 ഇസ് ദ ആൻസർ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.